അതിനെന്താ തിരിച്ചു തന്നെ എന്താ നന്നായി പഠിക്കണം, ഗംഭീരമായിട്ട് അല്ല പഠിത്തം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് വേണേലും അതൊന്നും പേടിക്കൊന്നും വേണ്ട, അതൊന്നും പേടിക്കും. അത് അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഇപ്പം ഇതൊക്കെ എല്ലാവരും പറഞ്ഞു കഴിച്ചോ? ആരും ഒരു ദ്രോഹമൊന്നും ചെയ്യില്ല കേട്ടാ. നമുക്ക് നോക്കാം. ആരും അങ്ങനെ നിങ്ങളാരും ദ്രോഹിക്കൊന്നുമില്ല. ഇങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി. നമുക്ക് ആരും അങ്ങനെ പ്രയാസം പൊതുപ്രവർത്തകരാരും ഒരു പാർട്ടിയിലും പെട്ടവരാരും നിങ്ങളെന്നും ദ്രോഹിക്കും. അത് എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടാ. നമസ്കാരം. എറണാകുളം പാലാന്തുരുത്ത് വർഷങ്ങളായിട്ട് വീടില്ലാതെ നരകയാതന അനുഭവിക്കുന്ന, വഴിയോരത്ത് കച്ചവടം മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് പ്രാവശ്യം പലതരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ പൊതുപ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ അവരുടെ ദുരവസ്ഥ വിവരിച്ചിട്ടും ഇന്നതുവരെ ഒരു വീടോ ഒരു കിടപ്പാടമോ ഒരു തുണ്ട് ഭൂമിയോ കൊടുക്കാൻ ഈ സർക്കാരോ ആരും തയ്യാറാകുന്നില്ല. അതിൻ്റെ കാര്യമാണ് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത്. മോനെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. മോനെ ഇരുന്ന് പഠിക്കാൻ നല്ല ഒരു വീടുണ്ടോ? സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനോ കളിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇന്നവിടെ ഉണ്ടോ? മോൻ അമ്മാമ്മയില്ലേ? ഇത് അമ്മാമ്മയുടെ മോൻ. അമ്മാമ്മയുടെ കൂടെ മോന് നിത്യം വരൂ. ഏത് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്? ഏതാ? ഗവൺമെൻറ് സ്കൂളാണോ? ഗവൺമെൻറ് സ്കൂളാണ്. മോനൊരു സമാധാന അന്തരീക്ഷം ഇന്നുവരെ ഉണ്ടോ? സമാധാനമായിട്ട് ഉണ്ടോ? സമാധാന അന്തരീക്ഷം ഉണ്ടോ? അമ്മാമ്മ മോനിന്ന് സമാധാനമായിട്ട് ജീവിക്കുന്നത് ഈ കച്ചവടം ചെയ്തിട്ടാണോ ആരെങ്കിലും തന്നിട്ടാണോ? കച്ചവടം ചെയ്തിട്ടാണോ? ഈ കച്ചവടത്തിൽ നിന്ന് മോനും ആ കുടുംബത്തിന് എത്ര അംഗങ്ങളുണ്ട് മോൻ്റെ വീട്ടിൽ മൊത്തം? ഇത്രയും പേർക്കും ഈ കച്ചവടത്തിൽ നിന്ന് വരുമാനം ഉണ്ടോ ജീവിക്കാനായി? അമ്മ ചോദിച്ചോട്ടെ, ഈ എത്ര വർഷമായിട്ട് വീട്ടിലാണ് വരകയാണ്? ഞാനിവിടെ വന്നിട്ട് 10-60 വർഷത്തിന് മേലായിട്ട് ഞാൻ നടന്ന് 2 സജ്ജി തോളത്തിട്ട് കച്ചവടം ചെയ്തിരുന്ന ആളാണ്. പിന്നീട് എൻ്റെ മകളെ ആദ്യം ഭാഗ്യം ഒരു സംശയം സ്നേഹിച്ച് വിളിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. കല്യാണം അവരെ ഇഷ്ടപ്രകാരം നടത്തി. അതിൽ കുട്ടിയായി കഴിയുമ്പോൾ മാനസികനില തെറ്റിച്ച് അവർ നോക്കിക്കൊണ്ട് ഇറക്കിയിട്ടു. ആ കുട്ടി അവരുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് വെല്ലുവിളിച്ചാരം കൊണ്ട് അതിൽ 3 കുട്ടികളായി. ആ 3 കുട്ടികളെ അവർ നോക്കുന്നില്ല. പിന്നീട് മാനസികമായിട്ടുള്ള മെൻ്റൽ ആശുപത്രി, പിന്നെ തൃശ്ശൂർ കുറേ അനാഥാലയങ്ങളിലൊക്കെ കിടന്ന് ഈ കുട്ടികളെ കൊണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ ഇങ്ങനെ എൻ്റെ സംരക്ഷണത്തിലാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1ാം ക്ലാസ് വരെ എത്തുന്നുണ്ട്. ഇവിടെ സൗത്ത് കാരക്കാമുടി കരിത്തല സ്കൂളിലാണ് അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇവിടെ ഇരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കച്ചവടമൊക്കെ ചെയ്താക്കുന്നത് പഠിക്കുന്നത്. പിന്നെ ആരെങ്കിലും നല്ല മനസ്സുള്ളവരെങ്കിലും സഹായിക്കും. അതുപോലെ പേനയോ എന്തെങ്കിലുമൊക്കെ വാങ്ങി പോയി അത് വേണ്ടാന്ന് പറയാറില്ല. ഞാൻ ആദ്യം പതിവ് കത്താനും പിന്നെ കോടതിയിലായിട്ട് കച്ചവടം 2 സഞ്ചി തൂക്കിക്കൊണ്ട് നടന്ന കച്ചവടം. പിന്നെ ഞാൻ ആദ്യമൊക്കെ ലൈസൻസിൻ്റെ വീട് കൊടുക്കുന്ന പതിവിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പോകുമ്പോൾ നിന്ന് പോയി. ഒരാൾ വന്ന് അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പേര് അടിച്ചിട്ടുണ്ട്. ഇപ്പം റേഷൻ കടയിൽ അരി കിട്ടി. എനിക്ക് 8 അരി കിട്ടുമായിരുന്നു. മാത്രം കാര്യം കയറി അത് ആദ്യം എനിക്ക് കുറേ ദിവസത്തെ അരി കിട്ടാറ്. ചെല്ലുമ്പോൾ അരി ഇല്ലാന്ന് പറയും. റേഷൻ കടയിൽ അതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറയും. കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് അനാഥാലയത്തിൽ കൊണ്ടിടാൻ പറ്റില്ല. കൊണ്ടിട്ട് കൊടുത്തിരുന്നൊക്കെ ഞാൻ കൊണ്ടുവന്നു. കുട്ടികളുടെ മനസ്സ് മാറും. അവർ ഇപ്പോൾ ഇന്നലെ ഇവിടെ വന്നതല്ല ഒരു ഇവരെ അവിടെ കൊണ്ടാക്കാൻ താല്പര്യം തന്നെ ഉണ്ട്. നമ്മൾ അങ്ങനെ കൊണ്ടാക്കാൻ താല്പര്യമില്ല. ഒരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത് മാവേലി സ്റ്റോറിൽ മാത്രമല്ല റേഷൻ കടയിലും അരിയില്ലാന്ന് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം പോയി അരിയില്ല. ഒരു 4 കിലോ അരി കിട്ടുന്നില്ല. ആ 4 കിലോ അരി കൊണ്ട് ഈ കുടുംബം കഴിയാൻ പറ്റുന്നില്ല. പിന്നെ പുറത്തുനിന്ന് അരി വാങ്ങിക്കും. ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ മോനെ സ്കൂളിൽ കഞ്ഞി കിട്ടുമോ? എല്ലാ ദിവസവും ഉണ്ടോ? ഈ കച്ചവടം ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിലെ ഇത്രയും അംഗങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം ഉണ്ടോ? അത് ഇതൊക്കെ ഓരോരുത്തർ കടം വയ്ക്കുന്നതാണ്. ഇപ്പോൾ കക്ക കടം കൊണ്ട് വെച്ചുകൊണ്ട് പോയതാണ്. വൈകുന്നേരം വരുമ്പോഴാണ് അങ്ങനെ അതിൻ്റെ മിച്ചം കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും. അത് വലിയ നമുക്ക് ഡിപ്പോസിറ്റും വരുമാനങ്ങളൊന്നുമില്ല. സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ നിത്യച്ചെലവ് കഴിഞ്ഞിട്ടുണ്ടോ? കടം വാങ്ങിക്കുന്നു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും
മോൻ നന്നായിട്ട് പടം വരയ്ക്കും അല്ലേ? പടം വരയ്ക്കും. ആ മോനെ ആ ട്രോഫി പടം വെക്കേണ്ട ഒരു പടം വരച്ച് കിട്ടിയതാണല്ലേ ട്രോഫി? പടം വരച്ച് കിട്ടിയത് ഓട്ടത്തിന് കിട്ടിയതാണ്. മോൻ നന്നായിട്ട് പടവും വരയ്ക്കും. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു കുട്ടിയാണ്. നല്ല രീതിയിൽ ഓട്ടം ചാട്ടം ഒക്കെ അല്ലേ നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു മോനാണ്. അപ്പൊ ഈ മോനെ പോലും നല്ല രീതിയിൽ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ പോലും പറ്റാത്ത ഇനത്തിലാണ് അവരുടെ ഇന്നത്തെ ജീവിതം രീതി മുന്നോട്ട് പോകുന്നത്. കുട്ടികൾ ഇപ്പൊ എത്ര കുട്ടികളെ പഠിക്കുന്നത്? വീടില്ല എന്നുള്ള കാര്യം ഇത്രയും ആൾക്കാരുടെ എത്ര വർഷമായിട്ട് പറയുന്നത്? ഞാനിവിടെ വന്നാലും ഞാൻ ഇപ്പൊ ഞാൻ ആദ്യം താമസിക്കുന്നത് പ്രളയത്തിലാണ്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ആദ്യം താമസിക്കുന്നത്. ഇപ്പൊ അവിടെ നിന്നാണ് 4 നില സെറ്റിലാക്കി. അത് കണ്ണൂരാണ് കൊണ്ടുണ്ടായിരുന്നു. അവരുടെ പഠിപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. എനിക്ക് എല്ലാ ഭരണം വരെ അവിടെ നല്ലൊരു രീതിയിൽ എനിക്ക് വിദ്യാഭ്യാസം ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പണിക്ക് മുന്നോട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു ഒരു കാര്യം പറയാനില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ നാളെ ഞാനിവിടെ പിള്ളേരും കൂടെ ഒത്തിരി കാണുന്നുണ്ട് പറയുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അവസ്ഥ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരിവിടെ നിന്ന് കച്ചവടത്തിനെ പോലും ബാധിക്കും. അതുകൊണ്ടാണോ പറയുന്നത്? അല്ല, എനിക്ക് അങ്ങനെ ആരെയും ഒന്നും കുറ്റപ്പെടുത്തുന്ന താല്പര്യമില്ല. ഞാൻ ആരുടെ അടുത്ത് പിടിച്ച് കുറച്ച് മേടിക്കണം എന്നുള്ള താല്പര്യം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ദുരിതം കുറയും. ആരെങ്കിലും എന്തെങ്കിലും അറിയാൻ സഹായിക്കുന്നത് നമുക്ക് സന്തോഷം. വീടിന്റെ കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ചെയ്യുന്ന നിത്യ ജീവനത്തിന് വേണ്ടിയുള്ള ഈ കച്ചവടം പോലും ചിലപ്പോൾ വഴിയരികത്തു നിന്ന് മാറ്റേണ്ടി വരും. മാറ്റിപ്പിക്കുമെന്നുള്ളൊരു കണ്ടീഷനിലാണ് അവർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഭയന്നിട്ടാണ് അവർ അത്രത്തോളം ഭയന്നിട്ടാണ് ഈ കച്ചവടം ഇവിടെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ എന്തായിരുന്നാലും ഈ ഭരണം തീരാറായി ഇല്ല. ഈ ഭരണം തീരാറായി ഇനിയിപ്പോൾ അത് കിട്ടുന്നതിന് പ്രതീക്ഷയില്ല. ഇത് മറ്റാരെങ്കിലും കഴിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അല്ലേ? എന്ന് പറയുന്നു വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എടുത്ത് പറഞ്ഞിട്ട് പേടിയുണ്ടായിരുന്നു. പേടിയൊന്നുമല്ല, എനിക്ക് കുട്ടികളെ വളർത്തണം. പിന്നെ ചാനലൊക്കെ വായിക്കൊണ്ട് ഭയമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല. ഞങ്ങൾ ഇത്ര സാധനങ്ങൾ കൂട്ടി വെക്കാറില്ലായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് അതിൻ്റെയുള്ള കാര്യങ്ങൾ ഇത്രയും കുഴപ്പത്തിൽ വെക്കണം താല്പര്യമില്ല. ഓരോരുത്തരും സഹായിക്കുന്നു വെച്ചു ഇപ്പോൾ എന്തായിരുന്നാലും എറണാകുളം കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ്റെ ശ്രീ മുഹമ്മദ് ഷിയാസ് അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരൊക്കെ വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട് അവരൊക്കെ വരുന്നു പറഞ്ഞു. ഇന്നലെ സമരത്തിൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും ഒരു നമുക്ക് വെച്ച് ഉണ്ടാക്കി ഒരു കണ്ണീരും കൊടുക്കാനുള്ളൊരു സന്തോഷമുണ്ട്. ഭരണകക്ഷി പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് ഓരോരോ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ തൊഴിലാളി വർഗത്തിന്റെ ഇല്ലാത്തവന്റെ പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെ നരകയാതന അനുഭവിക്കുന്ന നിത്യവും ജീവിക്കാൻ ഒരു നേരം വകയില്ലാതെ എന്തെങ്കിലും കച്ചവടം ചെയ്തോ ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ നോക്കുന്ന ഒത്തിരി ആൾക്കാർ ഇന്നും നമ്മുടെ പല നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പല വില്ലേജുകളിലും ഉണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ പോകുന്ന വില്ലേജുകളിൽ തന്നെ അല്ലെങ്കിൽ നഗരത്തിൽ തന്നെ ഇതുപോലെ കാണാതെ പോകുന്ന ഒത്തിരി ആൾക്കാരുടെ കണ്ണീരിന്റെ കഥകൾ പറയുകയാണ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ്. ഇത് ഭരണകക്ഷികൾ ഈ ഭരണം കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഒരു യാത്രയിലാണ്. ദുരിതങ്ങളുടെ യാത്ര ഉള്ള ഈ ജനസമൂഹത്തിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുകയാണ് ഈ എപ്പിസോഡ് പോയി. ആനന്ദ് ഏത് സ്കൂളാണ് പഠിക്കുന്നത്? കാരക്കാമുറി സ്കൂൾ. മറ്റേ കാരക്കാമുറി സ്കൂൾ. കാരക്കാമുറി
ആണല്ലേ ഗ്രാൻഡ് പഠിക്കാം ക്ലാസ്സിലായി ഒന്നിലായി ഇവിടുന്ന് എങ്ങനെ പോകണം അപ്പോൾ ഞാൻ പോകുന്നത് അല്ലേ രാവിലെ എഴുതാ എന്താ വേണ്ടത് വിഷയം നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടാ കൃത്യമായി പഠിച്ചാൽ മതി ഇതൊക്കെ കാണാം ഇതൊക്കെ എന്നെ വിളിക്കും വേണം നമ്പർ നമ്പറുണ്ട് ഇത് എടുത്ത് വെച്ചേക്കണം ഇവിടെ വീട്ടിലെടുത്ത് വെച്ചേക്കണം എടാ 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 ഇതിനായിട്ട് വന്നു ഞാൻ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ കേട്ടോ പഠിക്കാനുള്ള കാര്യം പറഞ്ഞാൽ എന്താണ് നമുക്ക് സ്ഥലമില്ലല്ലേ നിങ്ങൾക്ക് സ്ഥലമില്ല സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വീട് വെച്ച് തന്നല്ലേ അവിടെ വീട്ടിലെ അവസ്ഥയെന്ന് പറഞ്ഞു നമുക്ക് നോക്കട്ടെ എവിടെയെങ്കിലും നോക്കട്ടെ അല്ലാണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വീട് വെച്ചത് നോക്കാം നമുക്കൊന്ന് വേറെ ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ടേ ഏതെങ്കിലും വല്ല ചെറിയ ഫ്ലാറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ചാവാനെ കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ആ ആ അവന് വല്ല ഹോസ്റ്റലിൽ വല്ല നോക്കുകയാണെങ്കിൽ കേൾക്കാൻ മതി അത് വേണ്ട അവന് ഇഷ്ടമില്ലാത്തടുത്ത് നമുക്ക് നിർബന്ധിക്കണം നമുക്ക് വീടിൻ്റെ നോക്കട്ടെ നമുക്ക് നോക്കട്ടെ കേട്ടാ ഒന്ന് നോക്കട്ടെ അവൻ്റെ പഠിത്തത്തിനുള്ള എന്താവശ്യം ഉണ്ടെങ്കിലും കേട്ടാ ഞാൻ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടാ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഈ നിങ്ങളെ കിട്ടാനുള്ള നമ്പർ ഉണ്ടാ ആ നമ്പർ എനിക്ക് തന്നേക്കും അപ്പം ആ നമ്പർ അതിനിപ്പോൾ ഞാൻ നമ്പർ എഴുതി വിളിച്ചു ഞാൻ ഇടയ്ക്ക് വിളിക്കുകയും ചെയ്തോളാം കേട്ടാ അത് പറഞ്ഞു അപ്പം അവർക്ക് എന്തെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പഠിക്കാൻ പുസ്തകമോ വേറെ എന്ത് കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിലാണെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി കേട്ടാ ഞാൻ ചെയ്തല്ലോ നമുക്ക് വേണമെങ്കിലേ നിങ്ങൾ ആരും അതിൻ്റെ വീടിന് എടുത്തുള്ള കാര്യങ്ങളാണ് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് വേണം ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് പോയിട്ട് ഒരു അക്കൗണ്ട് എടുക്കും അപ്പോൾ ആവശ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു അവരെ അക്കൗണ്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറയും ആ എന്തെങ്കിലും ആ അക്കൗണ്ട് കൂടി ഇവിടെ വാങ്ങി കേട്ടാ കയ്യിലോട്ട് ഇരുന്നോ ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കാവില്ല കേട്ടാ വിഷമിക്കണ്ട ഇത്തിരി രണ്ട് പിള്ളേർ വിഷമിക്കണ്ട ഞങ്ങളെല്ലാവരും ഉണ്ടാവും കേട്ടാ എല്ലാ സഹായങ്ങളും ഉറപ്പ് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് സത്യത്തിൽ നിങ്ങളെ ആ വാർത്ത വല്ലാതെ വിഷമമുണ്ടായി ഭയങ്കര വിഷമമുണ്ടായി അവനെന്തും എടുക്കുന്നതാണ് എന്ത് സ്മാർട്ട് പയ്യനാണ് അപ്പോൾ അവന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും പഠിക്കാൻ പറ്റും അതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളെല്ലാം അവൻ എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാൻ എല്ലാ കാര്യം ചെയ്തു അത് നമ്മൾ സ്ഥലമില്ല അവർക്ക് സ്ഥലം ഉണ്ട് അത് ഞങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തേനെ ഞങ്ങൾ നോക്കട്ടെ നമുക്ക്
സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാവരും ആൾക്കാരുടെ അടുത്തും പറയുന്നു പാർട്ടിക്കാരുടെ അടുത്തും. പക്ഷേ ഇവർക്ക് ഇന്ന് അവരെ തിരിഞ്ഞു നഗരമായതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു സ്ഥലം കിട്ടാനുള്ള. നമുക്ക് നോക്കട്ടെ, ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ഫ്ലാറ്റോ വേറെ ഏതെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും അവർക്ക് അവർ പറയുന്നത് ഇപ്പൊ ഭരണ കക്ഷിയെടുത്ത് പറഞ്ഞാൽ ഈ കച്ചവടം പോലും പൊട്ടിക്കുന്ന നേരത്തിൽ അവർക്ക് ഭയമുണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും പേടിക്കൊന്നും വേണ്ട, അതൊന്നും പേടിക്കും. അത് അങ്ങനെയൊന്നും ആരും ചെയ്യില്ല ഇപ്പൊ ഇതൊക്കെ. അല്ല, അവർ പറഞ്ഞു കഴിഞ്ഞു ആരും ഒരു ദ്രോഹമൊന്നും ചെയ്യില്ല കേട്ടോ. നമുക്ക് നോക്കാം, ആരും അങ്ങനെ നിങ്ങളാരും ദ്രോഹിക്കൊന്നുമില്ല. ഇങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി. നമുക്ക് ആരും അങ്ങനെ പ്രയാസം പൊതുപ്രവർത്തകരാരും ഒരു പാർട്ടിയിലും പെട്ടവരാരും നിങ്ങളെന്നും ദ്രോഹിക്കും. അത് എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. അതിനെന്താ തിരിച്ചു തന്നെ എന്താ നന്നായി പഠിക്കണം, ഗംഭീരമായിട്ട് അല്ല. അടുത്ത എല്ലാ ദിവസവും നന്നായിട്ട് എന്നിട്ട് എന്ത് വേണേലും പുരുഷൻ വരുമ്പം പറഞ്ഞു വിളിക്കുകയും ചെയ്യാം. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഇവരെ എന്നെ വിളിച്ചു അല്ല. എനിക്കറിയാം നിങ്ങളെന്തെങ്കിലും പറ്റുന്നുണ്ടല്ലോ ഇവരുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കട്ടെ വീഡിയോയിൽ എന്തെങ്കിലും പറ്റുമെന്നാണോ ചെറിയ അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ അവരൊക്കെ പറഞ്ഞാൽ ആരും പറഞ്ഞാൽ വെച്ച് നോക്കാം. നമുക്ക് നോക്കാം, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനല്ലേ എടുക്കണേട്ടാണ് കേട്ടോ. ശരി എന്നാ കേട്ടോ, വിളിക്കന്നെ. പ്രശ്നം എടുക്കണം കേട്ടോ. കേട്ടോ